ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസ് ചെയ്ത ഒരു ബ്രിട്ടീഷ് നാടോടി ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് സ്റ്റാർ വേക്കർ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ ആദ്യം തന്നെ ഒരു കവിത എഴുതി കാണിക്കുന്നുണ്ട്. അത് ജാക്ക് റേ എന്ന ഈവിൾ എന്റിറ്റിയെ കുറിച്ചാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജാക്ക് റേ എന്നൊരു ചെകുത്താനെ യോർക്ക്ഷയറിലെ ജനങ്ങൾ അവനെ മണ്ണിനടിയിൽ അടക്കം ചെയ്തു. അവനെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. അവൻ തന്റെ മോചനത്തിനായി ദൈവത്തിനോട് നിരന്തരമായിട്ട് അപേക്ഷിച്ചു. പ്രകൃതിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വീണ്ടും പുനർജനിക്കാൻ അവൻ നൂറ്റാണ്ടുകളോളം കാത്തിരുന്നു. അതിപ്പോ ആ ചെകുത്താന് മനുഷ്യരൂപം വേണമെന്നില്ല. മൃഗമായോ പാറ്റയായോ ഏത് രൂപത്തിലായാലും വേണ്ടില്ല, ജാക്കിനെ ഈ ഭൂമിയിലേക്ക് തിരികെ വരണം. ഇന്നും അവൻ ആ ഇരുട്ടിൽ നിന്ന് തിരികെ വരാൻ കാത്തിരിക്കുകയാണ്. ഇതാണ് ആ ഡെവിളിനെ കുറിച്ചുള്ള കവിത. ഈ കഥ നടക്കുന്നത് 1970s ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ എന്ന വിജനമായ ഗ്രാമപ്രദേശത്താണ്. ചിത്രത്തിലെ കഥാനായകൻ റിച്ചാർഡ് തന്റെ ഫാമിലിയായിട്ട് അവൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് താമസത്തിന് വന്നിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. വൈഫിന്റെ പേര് ജൂലി. പിന്നെ അവർക്കൊരു മകനുണ്ട്, ഓവൻ. ഓവൻ ഈ വീട്ടിലേക്ക് താമസത്തിന് വരുന്നത് വരെ അവന്റെ സ്വഭാവത്തില് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവന് ആസ്മയുടെ ഇഷ്യൂ ഉണ്ട്. പല സമയം ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടാറുണ്ട്. അതല്ലാതെ ഓവന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഓവന്റെ സംസാരം പെരുമാറ്റമൊക്കെ മാറാൻ തുടങ്ങി. അവൻ തനിയെ സംസാരിക്കും. ജാക്ക് റേ എന്ന അദൃശ്യ ശക്തിയോട് അവൻ തനിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു. കുഞ്ഞ് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഓവന് മാത്രം വീടിന് വെളിയിൽ നിന്ന് ആരോ വിസിൽ ഊതുന്ന ശബ്ദം കേൾക്കാം. അവന്റെ പേരൻസിനെ ആ വക ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. ഓവൻ ആ വിസിൽ സൗണ്ട് കേൾക്കുമ്പോഴാണ് കൂടുതലും സ്ട്രെയിഞ്ച് ആയിട്ട് പെരുമാറുന്നത്. അടുത്ത ദിവസം റിച്ചാർഡും ഫാമിലിയും ഗ്രാമത്തിലെ ഒരു ലോക്കൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. ഓവനും കുട്ടികളുമായിട്ട് കളിക്കുന്നുണ്ട്. അത് കണ്ട ആ പേരൻസിന് ഒരുപാട് സന്തോഷമായി. അവര് ഒരു മരത്തിന് ചുവട്ടില് സമാധാനായിട്ട് ഇരിക്കുകയാണ്. പെട്ടെന്ന് ആ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികളുടെ നിലവിളിച്ചുള്ള കരച്ചിലൊക്കെ കേൾക്കാൻ തുടങ്ങി. റിച്ചാർഡും വൈഫും ഒത്തിരി പേടിച്ചു പോയി ആ ആൾക്കൂട്ടത്തിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിരുന്ന ഒരു കുതിരയുടെ കണ്ണ് ആരോ കമ്പ് വെച്ച് കുത്തി പൊട്ടിച്ചിരിക്കുക. ഈ മിണ്ടാപ്രാണിയോട് ആ ക്രൂരത കാണിച്ചത് അത് മറ്റാരുമല്ല, അത് ഓവൻ തന്നെയാണ്. അവന്റെ കയ്യിൽ ആ വടിയുണ്ട്. ചോദിച്ചിട്ട് അവനൊന്നും തന്നെ മിണ്ടാതെ തല കുനിച്ചിരിക്കുകയാണ്. റിച്ചാർഡ് ആണെങ്കിലേ ഏതൊരു സാഹചര്യത്തിലും മകനെ വഴക്ക് പറയില്ല, അവനെ ഉപദ്രവിക്കില്ല. അതിന് കാരണമുണ്ട്, റിച്ചാർഡിന്റെ പേരൻസ് അവനെ ഒത്തിരി ഉപദ്രവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മകനെ വഴക്ക് പറഞ്ഞ് നേരിയാക്കാനൊന്നും പറ്റത്തില്ല. കുഞ്ഞിന് മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്നറിയാൻ ആ പേരൻസ് അവനെ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോ ഡോക്ടർ അവരോട് റിച്ചാർഡിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അവരിപ്പോ താമസിക്കുന്നത് സ്റ്റാർ വേക്കർ എന്ന ഫാം ഹൗസിലല്ലേ. അത് റിച്ചാർഡിന്റെ മുത്തശ്ശന്റെ വീടായിരുന്നു. അവൻ അവിടെയായിരുന്നു വളർന്നത്. ഇപ്പോ ഓവന് ആസ്മയുടെ ഇഷ്യൂ വന്നപ്പോ അവന് കുറച്ച് ശുദ്ധവായു കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് സിറ്റി ലൈഫിൽ നിന്ന് മാറി അവർ ഈ ഗ്രാമത്തിലേക്ക് താമസം മാറിയത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. യോർക്ക്ഷയറിലേക്ക് വന്നപ്പോ ഓവൻ ആകെ മാറിപ്പോയി. 2-3 തവണ അവന് സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു. കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ ജൂലി ഡോക്ടറോട് ഒരു കാര്യം പറയും. ഓവന് തന്റെ തലയ്ക്കുള്ളിലെ എന്തോ ഒരു ശബ്ദം കേൾക്കാം, ആരോ വിസിലൂതുന്നത് പോലെ. അവൻ പലതവണ തനിച്ചിരുന്ന് സംസാരിക്കുന്നത് ജൂലി കണ്ടിട്ടുണ്ട്. ചോദിക്കുമ്പോ പറയുന്നത് അതവന്റെ ഫ്രണ്ടാണ്, ജാക്ക് റേ ആണെന്ന്. ഇത് കേട്ട് റിച്ചാർഡ് ആകെ ഷോക്കായി പോയി. അവനിപ്പോഴാ ജാക്കിന്റെ കാര്യം പറഞ്ഞത്? എന്നോട് നീ പറഞ്ഞില്ലല്ലോ. കുട്ടിക്കാലം മുതല് റിച്ചാർഡ് ഈ ജാക്ക് റേ എന്ന ഡെവിളിന്റെ കഥ കേട്ട് വളർന്ന ആളാണ്. അത് വെറും കെട്ടുകഥ മാത്രമാണ്. ഈ റിച്ചാർഡും വൈഫും ജോലിക്കായിട്ട് പുറത്തേക്ക് പോകുമ്പോ ഓവനെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഇവരുടെ അയൽവാസിയായ ഗോർഡൻ എന്നൊരാളെയാണ്. അയാളാണ് ഈ കെട്ടുകഥകളൊക്കെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഡോക്ടർ ഓവന്റെ തലയൊക്കെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടോ, അതോ ജാക്ക് റേ എന്നത് അവൻ ആ കഥ കേട്ടത് കാരണം ക്രിയേറ്റ് ചെയ്ത ഒരു ഇമാജിനറി ഫ്രണ്ട് ആണോ എന്നറിയാനായിട്ട്. പരിശോധനയൊക്കെ കഴിഞ്ഞ് ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാല് കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, ഇതെല്ലാം ഓവന്റെ ഇമാജിനേഷൻ മാത്രമാണ്. ഇതിനുശേഷം ആ പേരൻസ് ഒരു തീരുമാനം എടുത്തു. ഇവരുടെ അയൽവാസിയായ ഗോർഡനില്ലേ, അയാളെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോലും വരാൻ സമ്മതിക്കരുത്. ഗോർഡനാണ് ഡെവിളിന്റെ കഥകളൊക്കെ പറഞ്ഞ് കുഞ്ഞിന്റെ മൈൻഡ് തന്നെ മാറ്റിക്കളഞ്ഞത്. അടുത്ത ദിവസങ്ങളില് റിച്ചാർഡ് കുഞ്ഞിന്റെ കൂടെ ഒരു
ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ റിച്ചാർഡിന്റെ മുത്തശ്ശന്റേതായിരുന്നു. ഈ പറമ്പില് എവിടെയോ വലിയൊരു ഓക്ക് ട്രീ ഉണ്ടായിരുന്നു. അത് അത്രയും വലുതായിരുന്നു. റിച്ചാർഡ് ആ മരം കണ്ടിട്ടൊന്നുമില്ല. ആ മരത്തിന്റെ വേര് അതിപ്പോ എവിടെയാണെന്ന് റിച്ചാർഡിന് ഓർമ്മയില്ല. ഇത് കേട്ട് ഉടനെ തന്നെ കുഞ്ഞു പറയും, ഓ, ആ മരത്തെക്കുറിച്ച് എനിക്കറിയാലോ, ഗോർഡൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് റിച്ചാർഡ് മകനോട് ദേഷ്യപ്പെടുകയൊന്നുമില്ല. ആ മരത്തിന് പിന്നിലെ കഥകള് കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാണ്. ആ മരത്തിന് ചുവട്ടിലാണ് ഈ ഗ്രാമത്തിലെ ആളുകൾ എല്ലാവരും ഒത്തുകൂടിയിരുന്നത്. അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ, സാധനങ്ങൾ വിൽക്കാനായിട്ട്. അത് മാത്രമല്ല, കുറ്റവാളികളെ തൂക്കിലേറ്റിയിരുന്നത് ആ മരത്തിന് മുകളിലായിരുന്നു. ആ ഓക്ക് ട്രീ അതൊരു സാധാരണ മരമായിരുന്നില്ല. അത് മറ്റേതോ ഒരു ലോകത്തിലേക്കുള്ള വാതിലാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ ഗ്രാമത്തിലെ ആളുകളെ വിശ്വസിച്ചിരുന്നത്. ഇതുപോലെ റിച്ചാർഡിന് അറിയാത്ത പല കാര്യങ്ങളും ഗോർഡൻ കുഞ്ഞിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കേട്ട് റിച്ചാർഡ് ഒത്തിരി ഷോക്കായി. അവൻ ഇതുപോലെ പ്രേതത്തിലോ മന്ത്രവാദത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അവൻ കുഞ്ഞിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അതൊക്കെ വെറും കള്ളക്കഥകളാണ്, അന്ധവിശ്വാസമാണ്. അതൊരു സാധാരണ മരം മാത്രമാണ്. ഗോർഡൻ പറയുന്ന ഒന്നും തന്നെ വിശ്വസിക്കരുത്, കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഓവന്റെ കൂടെ കുറെ കൂടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് റിച്ചാർഡ് മകനോട് പ്രോമിസ് ചെയ്യാണ്. നമുക്ക് ഉറപ്പായും ആ മരത്തിന്റെ വേര് കണ്ടുപിടിക്കാം. ഓവനിപ്പോ പഴയതുപോലെ കൂടുതൽ ആക്റ്റീവായി. അവൻ ഡാഡിയോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്, പെരുമാറുന്നുണ്ട്. അടുത്ത ദിവസം റിച്ചാർഡ് ജോലി സ്ഥലത്തേക്ക് പോകുന്നു. ജോലി മകൻ ഉറങ്ങുന്നത് നോക്കി വീടിന് വെളിയിൽ നിന്ന് കോഫി കുടിച്ചോണ്ട് നിൽക്കാണ്. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ആ ഫീൽഡിലെ പക്ഷികളും മൃഗങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാൻ തുടങ്ങി. ആകെ ഒരു സൈലൻസ് ആണ്. ജൂലി അങ്ങനെ ഫ്രീസ് ആയിട്ട് നിന്നുപോയി. അവൾ ആ മൂടൽ മഞ്ഞിലേക്ക് നോക്കി അനങ്ങാതെ നിൽക്കുക. പെട്ടെന്ന് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന ജൂലി തിരിഞ്ഞു നോക്കുമ്പോ അവൻ ശ്വാസം കിട്ടാതെ താഴെ ബോധമില്ലാതെ കിടക്കുകയാണ്. അവൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ വിളിച്ചു നോക്കി. അവൻ ശ്വാസം എടുക്കുന്നില്ല. ജൂലി ഉടനെ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ കുഞ്ഞിനെ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആസ്മ അറ്റാക്ക് വന്ന് മരണപ്പെടുന്നു. റിച്ചാർഡിനും ജൂലിക്കും ഇത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം റിച്ചാർഡും വൈഫുമായിട്ട് കാര്യമായിട്ട് സംസാരിക്കാറോ മിണ്ടാറോ ഒന്നുമില്ല. ആ വീട്ടിലെ അവര് രണ്ടുപേരും ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലെയായിരുന്നു. തന്റെ മകൻ നഷ്ടപ്പെട്ട വേദനയിലെ ജൂലി എപ്പോഴും മകന്റെ മുറിയിൽ തന്നെയാണ്. ഇതേ സമയം റിച്ചാർഡ് ആ മരം അതിന്റെ വേര് എവിടെയാന്ന് കണ്ടെത്താനുള്ള തന്ത്രപ്പാടിലാണ്. മരിക്കുന്നതിന് മുൻപ് അവൻ കുഞ്ഞിനെ വാക്കുകൊടുത്തതല്ലേ. ആ മരത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് റിച്ചാർഡിന്റെ ഡാഡിക്കാണ്. അദ്ദേഹം ആ മരത്തെ ആരാധിച്ചിരുന്നു. എന്തൊക്കെയോ മന്ത്രവാദ ചടങ്ങുകളൊക്കെ ചെയ്തിരുന്നു. റിച്ചാർഡ് അങ്ങനെ ഡാഡി എഴുതിയിരുന്ന ജേണലൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ആ മരത്തെക്കുറിച്ച് തെരഞ്ഞു ചെന്ന റിച്ചാർഡിനെ ആ ജേണലിൽ നിന്ന് ഞെട്ടിക്കുന്ന പല സത്യങ്ങളാണ് തിരിച്ചറിയുന്നത്. റിച്ചാർഡിന്റെ ഡാഡി ഒരു ഡെവിളിനെയാണ് ആരാധിച്ചിരുന്നത്. അതിലെ പുനർജന്മത്തെക്കുറിച്ചും അതിനു വേണ്ടിയുള്ള നരബലികളും മന്ത്രവാദ ചടങ്ങിനെ കുറിച്ചൊക്കെ ഡാഡി ആ ജേണലില് എഴുതി വെച്ചിരുന്നു. ആ ഫോട്ടോയിലുള്ളത് അത് റിച്ചാർഡാണ്. അതവന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ ആണ്. ഡാഡി അവനെ വെച്ചും എന്തൊക്കെയോ റിച്വൽസ് ഒക്കെ ചെയ്തിരുന്നു. ആ ഫോട്ടോയിലെ ഒരു പ്രത്യേകതരം സിമ്പൽ കാണാം. ആ ബുക്ക് വായിച്ചതും റിച്ചാർഡിനെ അവന്റെ കുട്ടിക്കാലം ഓർമ്മയിലേക്ക് വന്നു. പുള്ളി ആകെ ഡിസ്റ്റർബ്ഡ് ആയി പെട്ടെന്ന് തന്നെ ആ ജേണല് തിരിച്ചു വെക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് റിച്ചാർഡ് ആ ഫീൽഡിലെ ആ മരത്തിന്റെ വേര് തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും റിച്ചാർഡ് ഇപ്പോൾ ലീവിലാണ്. അതുകൊണ്ട് ജാക്ക് ഗ്രേ എന്ന മിത്തോളജിയെ അടിസ്ഥാനമാക്കി ഒരു പ്രൊജക്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവ് വേണം. അതാ മരത്തിന്റെ വേരാണ്. 17-ാം നൂറ്റാണ്ടിലാണ് ഗ്രാമത്തിലെ ആളുകൾ ചേർന്ന് ആ മരം വെട്ടിക്കളഞ്ഞത്. അതിന്റെ വേര് മണ്ണിനടിയിൽ സീൽ ചെയ്ത് വെച്ചു. അവര് വിശ്വസിക്കുന്നത് ആ മരം മറ്റേതോ ലോകത്തിലേക്കുള്ള ഡോറാണ്. അതുവഴി ദുഷ്ടശക്തികളൊന്നും ഈ ഭൂമിയിലേക്ക് വരാൻ പാടില്ല എന്ന് കരുതിയാണ് അവർ ആ മരം തന്നെ നശിപ്പിച്ചു കളഞ്ഞത്. അടുത്ത ദിവസം ജൂലിയുടെ ഇളയ സഹോദരി ഹാരി ആ വീട്ടിലേക്ക് താമസത്തിനായിട്ട് വരുന്നുണ്ട്. ചേച്ചിയെ സമാധാനിപ്പിക്കാനും ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് ജൂലിയെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ. ഹാരി ഇപ്പൊ ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് റിച്ചാർഡിന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നിരുന്നാലും അവൻ എങ്ങനെയൊക്കെയോ വൈഫിനോട് ചെന്ന് കാര്യം പറയും. അവര് രണ്ടുപേരും ഇപ്പൊ സംസാരിക്കാറൊന്നുമില്ലല്ലോ. രണ്ട് സഹോദരിമാരും കുടുംബകാര്യങ്ങളൊക്കെ പറയുന്നു. റിച്ചാർഡ് ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്നു. ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിലെ രാപ്പകലില്ലാതെ അവൻ ആ പറമ്പ് മുഴുവനും കുഴിയെടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാത്രി ജൂലിയും ഹാരിയും TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഹാരി എപ്പോഴും ഉറങ്ങിപ്പോയി. ജൂലി ആണെങ്കിൽ ആ TVയിലേക്ക് നോക്കി തനിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾക്ക് ആ TVക്ക് തൊട്ട് എന്തോ അനങ്ങുന്നത് പോലെ തോന്നി. നോക്കുമ്പോ അത് ഓവനാണ്. പെട്ടെന്നാണ് ജൂലി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കണ്ണു തുറക്കുന്നത്. അതൊരു സ്വപ്നം മാത്രമായിരുന്നു. അടുത്ത ദിവസം റിച്ചാർഡ് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുമ്പോ എന്തോ വിസിലിന്റെ ശബ്ദം കേട്ട് അവൻ ഓവന്റെ മുറിയിലേക്ക് നോക്കി. അപ്പതേ ഓവന്റെ റൂമിലെ ജനാല തുറന്നു കിടക്കുന്നു. റിച്ചാർഡ് പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് ഓടിച്ചെന്നു. ജൂലി ആണെങ്കിൽ തിരക്കിട്ട് ഓവന്റെ മുറിയിലെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുക. ഇത് കണ്ട് റിച്ചാർഡിന് ആകെ ദേഷ്യം വന്നു. ജൂലി എവിടെ?
ഹാരി എന്തവിടെ നടക്കുന്നേ, നീ എന്തിനാ ഇതൊക്കെ എടുത്തു മാറ്റുന്നത്? അതിന് ഹാരി പറയും, എന്നോട് ജൂലി പറഞ്ഞു ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. റിച്ചാർഡിന് പിന്നെ എന്ത് പറയണോന്നറിയില്ല. ഈ മുറിയിലുള്ള ഒരു സാധനത്തിലും തൊട്ടുപോകരുത്. ഇത് പറഞ്ഞ് അവൻ നേരെ വൈഫിന്റെ അടുത്തേക്ക് ചെന്നു. സത്യം പറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം അവരെന്നാണ് സംസാരിക്കുന്നത്. ഹാരി, നിന്റെ അനിയത്തിയൊക്കെ ആയിരിക്കാം, പക്ഷേ അവൾ ഇവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. റിച്ചാർഡ് ഈ കാര്യം വൈഫിനോട് തുറന്നു പറയുന്നുണ്ട്. ഇത് പറയുമ്പോഴും റിച്ചാർഡിന് വൈഫിനോട് നല്ല ദേഷ്യമുണ്ട്. അവൻ ചിന്തിക്കുന്നത് ജൂലിക്ക് മകനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൻ ഒത്തിരി കുറുമ്പ് കാണിച്ചിരുന്നു. പാരന്റ്സിന് തലവേദനയായിരുന്നു. അതുകൊണ്ട് വൈഫ് മനഃപൂർവ്വം കുഞ്ഞിനെ നോക്കിയില്ല എന്നാണ് റിച്ചാർഡ് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓവൻ മരിക്കുന്ന സമയത്ത് നീ എവിടെയായിരുന്നു? ഇത് കേട്ടതോടെ ജൂലി ഒന്ന് സ്റ്റക്കായി. അതിനവൾക്കൊരു മറുപടിയില്ല. പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരല്പസമയം കഴിഞ്ഞ് റിച്ചാർഡ് കുറച്ചു മുന്നേ കുഴിയെടുത്തിരുന്നില്ലേ, അതിനകത്തു നിന്ന് ഒരു മൃഗത്തിന്റെ സ്കെൽട്ടൻ കണ്ടെത്തി. അതൊരു മുയലാണ്. റിച്ചാർഡ് ആ എല്ലുകളൊക്കെ ക്ലീൻ ചെയ്ത് ഒരു ബോക്സിനകത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. അന്ന് പാതിരാത്രി എന്തോ ശബ്ദം കേട്ട് റിച്ചാർഡ് വീടിനെ വെളിയിലേക്ക് നോക്കുമ്പോ റിച്ചാർഡ് ഇന്ന് രാവിലെ കുഴിയെടുത്തിരുന്നില്ലേ, ജൂലി ആ ടെന്റിനടുത്ത് പോയിട്ട് ഫ്രീസ് ആയിട്ട് നിൽക്കാണ്. അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് വൈഫിനെ വിളിച്ചു നോക്കിയിട്ട് ജൂലി പ്രതികരിക്കുന്നില്ല, അനക്കമില്ലാതെ നിൽക്കുക. റിച്ചാർഡ് അങ്ങനെ വൈഫിനെ വിളിച്ച് വീടിനകത്തേക്ക് പോകുന്നു. അടുത്ത ദിവസം ഇവരുടെ അയൽവാസിയില്ലേ ഗോർഡൻ, അയാൾ ഒരു സൈക്കിക് ലേഡിയെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. മിസസ് ഫോർഡ്. ആ സ്ത്രീ ഒരു മന്ത്രവാദിയാണ്. ആ സ്ത്രീക്ക് എന്തോ സ്പിരിച്വൽ പവേഴ്സ് ഒക്കെ ഉണ്ട്. ജൂലി ഇപ്പോ ആകെ സങ്കടത്തിലിരിക്കുകയല്ലേ, അപ്പോ കുറച്ച് യോഗയും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് അവളൊന്ന് ഇമോഷണലി ഹീൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഗോർഡൻ മിസസ് ഫോർഡിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ജൂലി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോ ജൂലി ചോദിക്കും, ഗോർഡൻ നിങ്ങൾ എന്താ അകത്തേക്ക് വരാത്തത്? എന്റെ സഹോദരി വന്നിട്ടുണ്ട്. എന്നാൽ ഗോർഡൻ അതിന് സമ്മതിക്കില്ല. അതെന്തായാലും വേണ്ട, റിച്ചാർഡിന് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. ഈ മിസസ് ഫോർഡിന്റെ സംസാരം കേട്ട് ഹാരി ഒന്ന് എക്സൈറ്റഡ് ആയി. ആ സ്ത്രീ ഇതുപോലെ മെന്റലി ബ്രേക്ക് ഡൗൺ ആയ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കുറച്ചു കാലത്തേക്ക് യോഗ ചെയ്യാൻ പറഞ്ഞ് ആ ലേഡി നമ്മുടെ ജൂലിയെ നിർബന്ധിക്കുകയാണ്. ഇവിടെ മറുവശത്ത് ഗോർഡൻ പറമ്പില് കുഴിയെടുത്തോണ്ടിരുന്ന റിച്ചാർഡിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റിച്ചാർഡ്, നമ്മളിങ്ങനെ ശത്രുക്കളായിട്ട് കഴിയണോ? അവനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയല്ല ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ട റിച്ചാർഡ് അയാളോട് ഒരുപാട് ദേഷ്യപ്പെടും. നിങ്ങൾക്കറിയോ, അവന്റെ തലയ്ക്കുള്ളിൽ നിറയെ ആ പിശാചിന്റെ കഥകളായിരുന്നു. നിങ്ങളിപ്പോ ജൂലിയെ കാണാൻ വന്നതല്ലേ, ഞാൻ ഇവിടെ ഓക്കെയാണ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്നും പറഞ്ഞ് റിച്ചാർഡ് അയാളെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. ഇവിടെ മറുവശത്ത് മിസസ് ഫോർഡും മറ്റു രണ്ടുപേരും ചേർന്ന് വീടിന്റെ ഡോറും ജനാലകളൊക്കെ അടച്ചിട്ട് ഇരുട്ട് മുറിക്കകത്ത് തിരികളൊക്കെ കത്തിച്ചു വെച്ച് എന്തോ റിച്വൽസ് ഒക്കെ ചെയ്യുന്നു. അതായത് അവര് മരിച്ചുപോയ ഓവന്റെ ആത്മാവിനോട് മാപ്പ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജൂലിക്ക് ആ സമയത്ത് സ്ട്രെയിഞ്ച് ആയിട്ട് എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ മേശപ്പുറത്തിരുന്ന തിരി അണഞ്ഞുപോയി. ഇത് കണ്ട് ഹാരിക്കാകെ പേടിയായി. അപ്പൊ തന്നെ ആ മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ താഴേക്ക് മറഞ്ഞു വീണു. ഈ സമയം മിസസ് ഫോർഡ് അവരെ സമാധാനിപ്പിക്കുകയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് നല്ലൊരു സൈനാണ്. അവൻ ഗുഡ് ബൈ പറഞ്ഞു പോയി, പേടിക്കണ്ടെന്നും പറഞ്ഞ്. പക്ഷേ ജൂലി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പിന്നീട് ആ സ്ത്രീയോട് സംസാരിക്കാൻ പോലും അവള് തയ്യാറായില്ല. എന്നാലോ ഹാരി ഇതൊന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. ഇതെന്തൊരു മാജിക് ട്രിക്കാണ്, അല്ലാതെ പ്രേതം ഭൂതമൊന്നുമല്ല. ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് റിച്ചാർഡ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ എന്തേ നടക്കുന്നേ, നിങ്ങൾ ഓക്കെ അല്ലേ? അവര് നടന്ന കാര്യങ്ങളൊക്കെ റിച്ചാർഡിനോട് പറയും. അവര് കുഞ്ഞിനോട് ഗുഡ് ബൈ പറഞ്ഞു ഓവൻ ഈ മുറിയിലേക്ക് വന്നു എന്ന് പറയുമ്പോ റിച്ചാർഡ് അവരെ നോക്കി പുച്ഛത്തില് നിങ്ങൾ എന്തെങ്കിലും ചെയ്യ് എന്ന മട്ടിലെ പുള്ളിക്കാരൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഓരോ ദിവസം കഴിയും തോറും റിച്ചാർഡും ജൂലിയും തമ്മിലുള്ള അകലം അത് കൂടിക്കൊണ്ടേയിരുന്നു. ഒരേ വീട്ടിലെ സ്ട്രേഞ്ചേഴ്സിനെ പോലെ അവൻ തന്റെ മുറിയിലേക്ക് വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ തല പുകഞ്ഞിരിക്കുക. ഈ സമയത്താണ് റിച്ചാർഡ് അവൻ ഇന്നലെ മാന്തിയെടുത്ത ആ സ്കെൽട്ടൻ കളക്ട് ചെയ്തിരുന്ന ബോക്സ് ഇല്ലേ, അത് തുറന്നു നോക്കി. സത്യത്തിലെ ആ ബോക്സ് തുറന്ന റിച്ചാർഡ് ആകെ തരിച്ചിരുന്നു പോയി. അവനെ കാഴ്ച ഉൾക്കൊള്ളാനേ വയ്യ. ആ ബോക്സിനകത്തുണ്ടായിരുന്ന എല്ലുകളില് ചെറിയ രീതിയില് മാംസം കാണാം. അതായത് വർഷങ്ങളായിട്ട് മണ്ണിനടിയിൽ കിടന്നിരുന്ന ആ എല്ലുകളൊക്കെ പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് ആയി അതിലെ ടിഷ്യൂ ഫോം ചെയ്തോണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ അതിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാം. ഇത് കണ്ട് റിച്ചാർഡിന്റെ ആകെ കിളി പോയി, തലയൊക്കെ പെരുക്കാൻ തുടങ്ങി. ഇതിപ്പോ ആരോട് പറയും, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പേടിച്ചു പോയ റിച്ചാർഡ് നേരെ ആ ബോക്സ് എടുത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ തന്റെ സുഹൃത്തായ സ്റ്റീവനെ കാണാനായിട്ട് പോയി. ഇതിനെന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വേണ്ടേ? ഓവന്റെ മരണത്തിന് ശേഷം റിച്ചാർഡ് ഇപ്പോൾ ലീവിലാണ്. അവനിപ്പോ തിരിച്ച് ജോലിയിലേക്ക് കയറാന്ന് വെച്ചാലും ഉയർന്ന ഉദ്യോഗസ്ഥര് റിച്ചാർഡിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അവനെ നിർബന്ധിച്ച് ലീവ് കൊടുത്ത് വീട്ടിലിരുത്തിയിരിക്കുകയാണ്. സ്റ്റീവൻ, നീ തിരക്കിലാണോ? ഇത് കേട്ട് സ്റ്റീവനും ഒന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയി. എന്താ നടക്കുന്നേ, നീ കാര്യം പറയ്, എനിക്കറിയില്ല, എന്നാലും എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞ് റിച്ചാർഡ് ആ ബോക്സ് തുറന്ന് കൂട്ടുകാരന് കാണിച്ചു കൊടുക്കാണ്. പക്ഷേ ഇപ്പൊ ആ ബോക്സിനകത്ത് അൺയൂഷ്വൽ ആയിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പൊട്ടിപ്പൊടിഞ്ഞു പോയ കുറച്ച് എല്ലുകള്, അത്രേ ഉള്ളൂ. അതിനിപ്പോ ജീവനില്ല. ഇത് കണ്ട് സ്റ്റീവൻ ചോദിക്കും,
കൊള്ളാലോ, ഇതൊരു മുയലല്ലേ, ഇതിലിപ്പോ ഞാൻ നിന്നെ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യണ്ടേ? ഈ സമയം ഇവിടെ എന്താണ് ഈ നടക്കുന്നതെന്നറിയാതെ റിച്ചാർഡ് അത് വീണ്ടും വീണ്ടും പരിശോധിക്കുന്നുണ്ട്. കൂട്ടുകാരനോട് എന്തു പറയണമെന്ന് അവന് യാതൊരു പിടുത്തവുമില്ല. റിച്ചാർഡ് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ ആ ബോക്സ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സ്റ്റീവനും ഇത് കണ്ട അന്തം വിട്ട് നിൽക്കുന്നുമുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയ റിച്ചാർഡ് സ്വയം കുറ്റപ്പെടുത്തി എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. വിഡ്ഢി, നിനക്കെന്താ ബോധമില്ലേ ഇങ്ങനൊക്കെ ചിന്തിക്കാൻ? ഇതൊക്കെ പറഞ്ഞ് അവൻ തന്നെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മറുവശത്ത് ഇതൊന്നും തന്നെ അറിയാതെ ജൂലി അവന്റെ മുറിയൊക്കെ ക്ലീൻ ചെയ്ത് അവന്റെ ഓർമ്മകളൊക്കെ മായ്ച്ചു കളയാൻ ആ മുറി മുഴുവനും പെയിന്റ് ചെയ്തോണ്ടിരിക്കുക. അന്ന് രാത്രി ജൂലി റിച്ചാർഡിനോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷേ നടക്കുന്നില്ല. റിച്ചാർഡ് ഇപ്പോഴും അവളോട് നല്ല ദേഷ്യത്തിലാണ്. തനിയെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു, എന്നിട്ട് നേരെ മുറിയിലേക്ക് കയറിപ്പോയി ഡോർ ലോക്ക് ചെയ്യും. ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പുള്ളിക്കാരന് യാതൊരു സമാധാനവും ഇല്ല. റിച്ചാർഡ് വീണ്ടും ആ ഒരു ബോക്സ് എടുത്ത് തുറന്നു നോക്കി. എന്നാൽ ഇത്തവണ റിച്ചാർഡ് ശരിക്കും ഞെട്ടിപ്പോയി. ആ എല്ലുകളൊക്കെ വീണ്ടും പഴയതുപോലെയായി. അതിലിപ്പോ കൂടുതലായിട്ട് മാംസം വളർന്നിട്ടുണ്ട്, ഹൃദയം മിടിക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും മരണപ്പെട്ട ആ ജീവി അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോണ്ടിരിക്കുക. ഇനി തന്റെ ഒറ്റപ്പെടലും വേദനയും കാരണം ഇതൊക്കെ തന്റെ തോന്നലാണോ, ഹലൂസിനേഷൻ ആണോ? റിച്ചാർഡിന് അറിയില്ല. അവൻ തുടർന്നുള്ള ദിവസങ്ങളിലെ ആ ബോക്സിനകത്തെ ജീവിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിവിന് വേണ്ടി കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് അവനറിയാം. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അതിന്റെ സ്കിൻ വളരുന്നുണ്ട്, കണ്ണ് ഫോമായി, മുടിയൊക്കെ മുളയ്ക്കാൻ തുടങ്ങി. റിച്ചാർഡും ഇതൊക്കെ കണ്ടുകൊണ്ട് എപ്പോഴും ആ മുറിക്കകത്ത് തന്നെയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ റിച്ചാർഡ് അതിനെ പൊതച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം അവൻ തന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോ ആ ബോക്സിനകത്തുണ്ടായിരുന്ന മുയലിനെ ഇപ്പൊ കാണുന്നില്ല. അപ്പൊ ദേ ഒരു സാധനം ഇങ്ങനെ അതിലൂടെ ചാടി ചാടി പോകുന്നുണ്ട്. ആ മുയലിനിപ്പോ പൂർണ്ണമായും ജീവൻ തിരികെ കിട്ടി. അതിപ്പോ റിച്ചാർഡിനെ കണ്ട് ഭയന്ന് ആ മുറി മുഴുവനും ചാടി നടക്കുകയാണ്. റിച്ചാർഡ് ഇപ്പോ തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പേടിയാണോ അതോ അമ്പരപ്പാണോ അറിയില്ല. മരണത്തിൽ നിന്ന് ഒരു ജീവൻ തിരികെ വന്നിരിക്കുകയാണ്. ഇതെങ്ങാനും പുറത്തു പറഞ്ഞാ അവന് ഭ്രാന്താണെന്ന് പറയും അല്ലെ? അവൻ ആ മുയലിനെ പിടിക്കാനായിട്ട് നെട്ടൗട്ട് ഓടുന്ന നേരത്താണ് പതിവില്ലാതെ ജൂലി ആ മുറിയിലേക്ക് കയറി വരുന്നത്. അവൻ ഡോറൊക്കെ തള്ളിപ്പിടിച്ച് അവളെ തടയാനൊക്കെ ശ്രമിച്ചു നോക്കി. ഇല്ല, എനിക്കറിയണം എന്തവിടെ നടക്കുന്നേ. ജൂലി ആ ഡോറൊക്കെ തള്ളി തുറന്ന് അതിനകത്തേക്ക് കയറി. ഇപ്പോ റിച്ചാർഡ് പറയും എനിക്കതിനെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു, അതിലിപ്പോ എന്തെങ്കിലും തെറ്റുണ്ടോ? ജൂലി ഇപ്പൊ എന്താ ചിന്തിക്കുന്നേ? ഒരു ജീവനുള്ള മുയല് വീടിനകത്തേക്ക് കയറി വന്നു. റിച്ചാർഡ് അതിനെ സീക്രട്ട് ആയിട്ട് ഒളിപ്പിച്ചു വെച്ചു. അത് ഈ വീടിനകത്ത് സർവൈവ് ചെയ്യില്ല. റിച്ചാർഡ്, നമുക്കതിനെ പുറത്തേക്ക് പറഞ്ഞയക്കണം. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ആ മുയലിനെ പിടിച്ച് ഒരു പെട്ടിയിലാക്കാൻ തീരുമാനിച്ചു, അതിനെ കാട്ടിലേക്ക് കൊണ്ടുവിടാൻ. ഇത് കണ്ട് ഹാരി, ഇതെന്താ നിങ്ങൾ എന്തീ കാണിക്കുന്നേ? ഈ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടും രണ്ടുപേരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ആ മുയലിനെ അവർ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് ഒരു വിധത്തില് അതിനെ പിടിച്ച് പെട്ടിയിലാക്കി. അവരുടെ പറമ്പിന് തൊട്ടടുത്തുള്ള ഒരു കാടിനകത്ത് ആ മുയലിനെ തുറന്നുവിടും. അതങ്ങനെ ചാടി ചാടി കാടിനകത്തേക്ക് പോകുന്നു. പക്ഷേ രണ്ടുപേരും എന്തോ നഷ്ടപ്പെട്ടതുപോലെ ആകെ ഇമോഷണലായി നിന്നുപോയി. റിച്ചാർഡിനെ ആ മുയലിനെ വിട്ടുകളയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം റിച്ചാർഡ് വൈഫിനോടുള്ള പിണക്കവും സങ്കടമൊക്കെ മറന്ന് ജൂലിയോട് സംസാരിക്കുന്നു. അവര് തമ്മിലുള്ള അകലം തന്നെ ഇല്ലാതായി. അന്ന് രാത്രി റിച്ചാർഡ് തനിക്ക് കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെ കുറിച്ച് അവൻ വൈഫിനോട് തുറന്നു പറയുന്നുണ്ട്. റിച്ചാർഡ് ഇത്തരത്തിലുള്ള ട്രോമയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അത് ജൂലിക്ക് അറിയില്ലായിരുന്നു. റിച്ചാർഡിന്റെ ഡാഡിക്ക് അവന് തീരെ ഇഷ്ടമല്ലായിരുന്നു, ഒത്തിരി ഉപദ്രവിക്കായിരുന്നു. അങ്ങനെ റിച്ചാർഡ് ഓവന്റെ പ്രായത്തിലുള്ളപ്പോ അവന്റെ ഡാഡി റിച്ചാർഡിനെ നേക്കഡായിട്ട് ആ ഫീൽഡിൽ പിടിച്ചു നിർത്തി എന്തൊക്കെയോ റിച്വൽസ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഈ സാത്താൻ സേവയൊക്കെ ചെയ്തിരുന്നു. എന്തിന് റിച്ചാർഡിനെ ബലി കൊടുക്കാൻ പോലും ഡാഡി ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ഫെയിൽഡായി. റിച്ചാർഡിന്റെ ഡാഡി അവനെ ശാരീരികമായും മാനസികമായും അവനെ ഒത്തിരി ഉപദ്രവിച്ചിരുന്നു. ഇപ്പോ തന്റെ മകനെ താൻ നല്ലൊരു അച്ഛനാകണം, അവനെ സ്നേഹിക്കണം എന്ന് കരുതിയാണ് താൻ ജനിച്ച് വളർന്ന വീട്ടിലേക്ക് വന്നത്. റിച്ചാർഡ് അങ്ങനെ മകനെ കുറിച്ച് സംസാരിച്ച് ആ രാത്രി മുഴുവനും കരയുന്നുണ്ട്. അടുത്ത ദിവസം അത് രാവിലെ തന്നെ നായകൻ പറമ്പിലെ കുഴിയെടുക്കാൻ തുടങ്ങി. മകന് കൊടുത്ത വാക്കാണ് ആ മരത്തിന്റെ വേര് കണ്ടെത്തണം എന്നത്. അതായത് റിച്ചാർഡ് തന്റെ കുട്ടിക്കാലം മുതൽ കേട്ടു വളർന്ന കഥയാണ് ജാക്ക് റേ എന്ന സാത്താന്റെ കഥ. ഒരു ഭ്രാന്തനെ പോലെ റിച്ചാർഡ് ആ പറമ്പ് മുഴുവനും കുഴിയെടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവൻ ആ മരത്തിന്റെ വേര് കണ്ടെത്തി. ഇവിടെ മറുവശത്ത് ജൂലി പൂർണ്ണമായും മകന്റെ വേർപാടിൽ നിന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. അവള് പഴയതുപോലെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നുണ്ട്, ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ഹാരി ഇതൊക്കെ
ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ചോദിച്ചിട്ടാണെങ്കിൽ റിച്ചാർഡും ജൂലിയും ഒന്നും തന്നെ മിണ്ടുന്നുമില്ല. ഹാരി പതിയെ റിച്ചാർഡിന്റെ ഓഫീസ് മുറിയിലേക്ക് ചെന്നു. ഈ വീട്ടിലിപ്പോ എന്താണ് ഈ നടക്കുന്നതെന്ന് അറിയണ്ടേ. ഹാരി അങ്ങനെ ആ മുറി മുഴുവനും പരിശോധിച്ച് നോക്കുമ്പോഴാണ് റിച്ചാർഡിന്റെ ഡാഡി എഴുതിയ ആ ജേണൽ കാണുന്നത്. അതിനകത്ത് നിറയെ മന്ത്രവാദങ്ങളും ജാഗ്രേ എന്ന ഡെവിളിന്റെ പുനർജന്മം, മനുഷ്യനെ ബലി കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ കാണാം. മണ്ണിനടിയിൽ ട്രാപ്പായി പോയ ആ ചെകുത്താന് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 3 മനുഷ്യരെ ബലി കൊടുക്കണം. ഒരു കുഞ്ഞിനെ, ഒരു പെണ്ണിനെ, ഒരാണിനെ, മൊത്തം 3 പേരെ ബലി കൊടുക്കണം. പുരാതന കാലത്ത് ഈ ബലികളൊക്കെ ചെയ്തിരുന്നത് സ്റ്റാർവേക്കർ എന്ന സ്ഥലത്ത് ആ പഴയ മരത്തിന്റെ ചുവട്ടിലായിരുന്നു. ഈ സമയം ജൂലി ആ മുറിയിലേക്ക് വന്നു. ഹാരി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ജൂലി പെട്ടെന്ന് തന്നെ ആ ജേണല് പിടിച്ചു വാങ്ങി. ഇതേ സമയം മറുവശത്ത് റിച്ചാർഡിന്റെ കൂട്ടുകാരൻ സ്റ്റീവൻ അവനെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ചുനാളായിട്ട് റിച്ചാർഡിന്റെ യാതൊരു വിവരമില്ലല്ലോ. ആ മരത്തിന്റെ വേരുകൾ കണ്ട് സ്റ്റീവൻ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ മരം നശിച്ചു പോയിട്ടില്ല. അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ. സ്റ്റീവനും ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് ആ മണ്ണിലേക്ക് ഇറങ്ങി. ഇത്രയും നാളും അവർക്ക് ജാഗ്രേ എന്ന ചെകുത്താനും ഈ മരമൊക്കെ വെറും ഒരു മിത്തോളജി മാത്രമായിരുന്നു. ഇവരിങ്ങനെ പുരാണമൊക്കെ പറഞ്ഞ് ആ മരത്തിലെ മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ വീടിനുള്ളിൽ നിന്ന് ഹാരിയുടെ നിലവിളിച്ചുള്ള കരച്ചിൽ കേൾക്കാം. നിനക്ക് എന്താ പറ്റിയത്? റിച്ചാർഡ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോ ഹാരിയുടെ കൈയൊക്കെ എന്തോ മാന്തി പറിച്ച് ബ്ലഡ് പോകുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് അവര് കാടിനകത്ത് കൊണ്ടുകളഞ്ഞ മുയലില്ലേ, അതിപ്പോ വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. അവിടെ ഡോഗിന് മുറിവ് പറ്റിയിട്ടുണ്ട്. അനിയത്തിയുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റിച്ചാർഡും ജൂലിയും ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നേയില്ല. അവര് രണ്ടുപേരും മറ്റേതോ മായ ലോകത്ത് പെട്ടതുപോലെ മുയലിനെ പിടിക്കുന്നു, അതിനെ കൊഞ്ചിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. ആ തിരക്കിലാണ്. ഹാരിക്ക് ഇതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടോ? ജൂലിയാണെങ്കില് അവരുടെ മകനെ കിടത്തിയിരുന്ന പഴയ മോസ് എടുത്ത് ആ മുയലിനെ അതിൽ കിടത്തി ഒരു കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ ഉറക്കുവാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഹാരി തന്റെ ഡോഗിനെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ആകെ അസ്വസ്ഥനായ റിച്ചാർഡ് തിരികെ ആ ഫീൽഡിലെത്തി. സ്റ്റീവൻ ആണെങ്കില് ആ മരത്തിനെ കുറിച്ച് വാ തോരാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ റിച്ചാർഡിന് സ്റ്റീവൻ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ വയ്യ. അവനെ എന്തോന്ന് കൺട്രോൾ ചെയ്യുന്നത് പോലെ. ഇവിടെ മറുവശത്ത് ജൂലി ഡാഡിയുടെ ആ ജേണലൊക്കെ മറച്ചു നോക്കി ആ മുയലിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്നു. ഈ നേരത്താണ് വീടിന് വെളിയിൽ നിന്ന് സ്റ്റീവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. അവന് വേണ്ടി ഞാൻ ഇവിടെ തന്നെയുണ്ട്. സ്റ്റീവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജൂലി പുറത്തേക്ക് നോക്കുമ്പോ സ്റ്റീവൻ ആ മുയലിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ ഇതെല്ലാം തന്നെ ജൂലിയുടെ ഹെലൂസിനേഷൻ മാത്രമാണ്. റിച്ചാർഡും ജൂലിയും ഇപ്പോ ആ മണ്ണിനടിയിൽ ആ ഒരു ഡാർക്ക് എൻറ്റിറ്റിയുടെ കൺട്രോളിലാണ്. രണ്ടുപേർക്കും ഓവൻ കേട്ടിരുന്നത് പോലെ ആ വിസിലിംഗ് ശബ്ദം കേൾക്കാം. ആ വിസിലിംഗ് സൗണ്ട് കേൾക്കുമ്പോഴാണ് ഓവൻ ഒത്തിരി അഗ്രസീവ് ആവുന്നത്. അടുത്ത നിമിഷം തന്നെ ജൂലി ഒരു കത്തിയെടുത്ത് സ്റ്റീവന്റെ അടുത്തേക്ക് ചെന്നു. ഇതൊന്നും അറിയാതെ സ്റ്റീവൻ അവിടെ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുക. ജൂലി സ്റ്റീവനെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഡീമന് വേണ്ടി സ്റ്റീവനെ കൊലപ്പെടുത്തി. ഇതേ സമയം തന്നെ ഹാരി ടൗണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബൂത്തിൽ നിന്ന് ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷേ കോള് കണക്ട് ആവുന്നില്ല. ഈ നേരത്താണ് അയൽക്കാരനായ ഗോർഡൻ ട്രക്കുമായിട്ട് അങ്ങോട്ട് വരുന്നത്. ആദ്യമൊന്നും ഹാരി അയാളോട് സംസാരിക്കാൻ തയ്യാറായില്ല. എനിക്ക് പോണം എന്ന് പറഞ്ഞ് അവള് കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോ ഗോർഡൻ അവളെ തടഞ്ഞു നിർത്തി റിച്ചാർഡിന്റെ ഡാഡിയെ കുറിച്ചുള്ള സത്യങ്ങൾ പറയുന്നുണ്ട്. റിച്ചാർഡിന്റെ ഡാഡി ആ ചെകുത്താനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. അതിന് അയാൾ ആദ്യം തന്നെ ബലി നൽകാൻ ശ്രമിച്ചത് സ്വന്തം മകനെ തന്നെയായിരുന്നു. ഇത് കേട്ട് ഹാരി ഒന്ന് സ്റ്റക്കായി. പക്ഷേ ആ സാക്രിഫൈസ് അതാ ഡീമൻ സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം ആരെ ബലി കൊടുക്കണം എന്നത് തീരുമാനിക്കുന്നത് അതാ ഡീമനാണ്. അത് അങ്ങനെയല്ല വർക്കാവുന്നത്. റിച്ചാർഡ് തന്റെ മകനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. റിച്ചാർഡിന്റെ ഡാഡി അങ്ങനെയല്ലായിരുന്നു. മകനെ ഒരുപാട് വെറുത്തിരുന്നു. അവനെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഡീമൻ തെരഞ്ഞെടുത്തത് റിച്ചാർഡിന്റെ മകൻ ഓവനെയാണ്. ഓവനായിരുന്നു ആ ഡീമന്റെ ഒന്നാമത്തെ ബലി. രണ്ടാമത്തെ ബലി കൂട്ടുകാരനായ സ്റ്റീവനാണ്. ഇതും പറഞ്ഞ് ഗോർഡൻ എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്. നീ സന്തോഷിക്ക് ജാക്ക്, നിന്റെ സഹോദരിയാണ് അടുത്തതായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ആ ചെകുത്താന്റെ മൂന്നാമത്തെ ബലി അത് നായികയാണ്, ജൂലിയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഹാരി തന്റെ ചേച്ചിയെ രക്ഷിക്കാനായിട്ട് അവിടെ നിന്ന് കാർ എടുത്ത് പോവാണ്. ഇവിടെ മറുവശത്ത് തന്റെ സുഹൃത്ത് കൊല്ലപ്പെട്ടത് കണ്ട് അത് താങ്ങാനാവാതെ റിച്ചാർഡ് വീടിനകത്തേക്ക് ചെല്ലുമ്പോ സ്വബോധം നഷ്ടപ്പെട്ട ജൂലി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. നമ്മളവനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റാർക്കും സാധിക്കാത്തത് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഈ സമയം ജൂലി വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സത്യം അവനോട് തുറന്നു
തുറന്നു പറയും. ഓവൻ മരിക്കാൻ കാരണം അത് താനാണ്. അന്ന് കുഞ്ഞ് ശ്വാസം കിട്ടാതെ പിടഞ്ഞോണ്ടിരിക്കുമ്പോ ജൂലി അവിടെ ഫ്രീസ് ആയിട്ട് നിന്നിരുന്നില്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ ജൂലിക്ക് കുഞ്ഞിന്റെ കരച്ചില് കേട്ടിരുന്നു. അവള് മനഃപൂർവ്വം അത് കേൾക്കാത്തതുപോലെ നിന്നു. ആ ഒരു നിമിഷം ജൂലി ചിന്തിച്ചിരുന്നത്, ഓവൻ തങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ലൈഫ് വളരെ ഈസി ആയേനെ. ഒരമ്മയെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ജൂലിയെ വിളിച്ച് പറയുന്നത്. ചിലപ്പോ ഓവനെ കൺട്രോൾ ചെയ്തിരുന്നത് പോലെ ജാക്ക് റേ എന്ന സാത്താൻ ജൂലിയെ കൺട്രോൾ ചെയ്തിരിക്കണം. അവളുടെ ചിന്തകളെ മാറ്റിയിരിക്കണം. ഇപ്പോ പൂർണ്ണമായും റിച്ചാർഡും ജൂലിയും ആ സാത്താന്റെ കൺട്രോളിലാണ്. അതിപ്പോ ഒരു മുയലിന്റെ രൂപത്തില് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു റിച്വല് കംപ്ലീറ്റ് ആവണമെങ്കിൽ മൂന്നാമതായി ഒരു സ്ത്രീയെ ബലി കൊടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ ഹാരി തന്റെ സഹോദരിയെ രക്ഷപ്പെടുത്താനായിട്ട് ആ വീട്ടിലേക്ക് തിരിച്ചെത്തി. അവള് മുകളിലേക്ക് ചെല്ലുമ്പോ കാണുന്നത് ജൂലിക്ക് യാതൊരു കുഴപ്പമില്ല. രണ്ടുപേരും ചേർന്ന് ആ മുയലിനെ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ കുളിപ്പിക്കുന്നു. അതിനെ തൊട്ടിലിൽ കിടത്തി ഉറക്കുന്നുണ്ട്. ഇപ്പോ വീടിന് വെളിയിൽ നോക്കുകയാണെങ്കിൽ അയൽക്കാരനായ ഗോർഡനും മിസസ് ഫോർഡും ചേർന്ന് ബലി കൊടുത്ത സ്റ്റീവന്റെ ഡെഡ് ബോഡി ഇല്ലേ, അത് ആ മണ്ണിൽ തന്നെ അടക്കം ചെയ്യുന്നു. ഇതെല്ലാം തന്നെ റിച്ചാർഡ് ജനാല വഴി കാണുന്നുണ്ടായിരുന്നു. ഇപ്പോ ഗോർഡൻ കൈകൊണ്ട് 3 വിരല് കാണിക്കും. അതായത് എത്രയും പെട്ടെന്ന് മൂന്നാമത് ഒരാളെ ബലി കൊടുക്കണം. മിസസ് ഫോർഡും ഗോർഡനും ഈ കൾട്ട് ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു. അവര് വർഷങ്ങളായിട്ട് അവരുടെ യജമാനന്റെ വരവനായിട്ട് കാത്തിരിക്കുക. ഇപ്പോ ഹാരിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവളും ഇപ്പോ ആ ഡീമന്റെ കൺട്രോളിലാണ്. അല്ലെങ്കിൽ എപ്പോഴേ ഇവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടിപ്പോയേനെ. ഹാരിയും മറ്റു രണ്ടുപേരെ പോലെ തന്നെ ആ മുയലിനെ കൊഞ്ചിക്കുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ ജൂലി റിച്ചാർഡിനെ ഒന്ന് നോക്കി. അവൻ ഉടനെ തന്നെ ഒരു ചുറ്റിക എടുത്തു ജൂലിയുടെ തലയ്ക്കടിച്ച് വീഴ്ത്തി. ഇത്രയും ക്രൂരമായ കാഴ്ച കണ്ടിട്ടും ജൂലിക്ക് യാതൊരു ഇമോഷനും ഇല്ല. ജാക്ക് റേ എന്ന സാത്താൻ ഇരുണ്ട ലോകത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു. ഈ സമയം റിച്ചാർഡ് ഒരു താരാട്ട് പാട്ട് പാടുന്നു. ജൂലി ആ ഡീമന് ഫീഡ് ചെയ്യുന്നു. ഇത്തരത്തിലൊരു വിയേർഡായിട്ടുള്ള സീൻ കാണിച്ചുകൊണ്ടാണ് സ്റ്റാർ വേക്കർ എന്ന ഈ ഒരു ബ്രിട്ടീഷ് ഫോക്ക് ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്